അല്ലെങ്കിലും നമുക്ക് നമ്മളെ തുണിയായില്ലെങ്കിൽ പിന്നെ മറ്റാര് വരാനാ? ഇങ്ങനൊന്നും തോന്നേണ്ട കാര്യമില്ലേ ചേച്ചി. എന്താവശ്യം വന്നാലും ഉടനെ തന്നെ ഫോൺ ചെയ്യണം, കേട്ടല്ലോ? എനിക്ക് എന്താ പറ്റിയതമ്മേ? ഞാനെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണു പോകുന്നേ? അത് നിനക്ക് ചെറിയൊരു പനി വന്ന, നീയും വെറുതെ പേടിക്കണ്ട ചേച്ചി. എന്നാ നിങ്ങൾ ചെല്ല, ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ചെറിയമ്മ എന്റെ കൂടെ വീട്ടിലേക്ക് വാ. വീട്ടിലേക്ക് പോണം മോളെ, ഞാൻ പിന്നെ വരാട്ടോ. ചേച്ചി എന്നാ ഇറങ്ങട്ടെ. ശരി അവനി. ചെറിയമ്മ കറക്റ്റ് സമയത്ത് വീട്ടിലുണ്ടായിരുന്നോണ്ട് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇല്ലെങ്കിൽ ചിലപ്പോ ഞാനാകെ പിടിവിട്ടു പോയേനെ മോളെ. ഞാൻ നന്നായിട്ട് പോസ്റ്റ് ആക്കിയെന്ന് തോന്നുന്നു. അത് സാരമില്ല, നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. ഒരു കോഫി കുടിച്ചാലോ? സോറി ഡി, അത്രയ്ക്ക് സമയമില്ല. നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായില്ലേ, അതുകൊണ്ട് വന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ വീട്? എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാതെ വഴിയില്ല. അഭിനയിച്ച് ഭ്രാന്ത് പിടിക്കുക. എന്റെ ഭാവി അമ്മായിയമ്മ വേദവതിയുടെ ഓരോരോ ടോർച്ചർ. ചിലപ്പോഴൊക്കെ ആ തള്ളയുടെ മൂക്കിന് പിടിച്ചൊരു കുത്താൻ തോന്നാറുണ്ട് എനിക്ക്. അതെന്തിനാ? എന്തൊക്കെ ആചാരങ്ങളാണെന്ന് അറിയോ? അവിടെ ഒരു അമ്മയുണ്ട്, ഒരു മുക്കുത്തിയുണ്ട്. അതൊക്കെ വെച്ച് ഉത്സവം നടത്തിയ കൃഷിയൊക്കെ നന്നായി ഗ്രാമവാസികളുടെ വയറ് നിറയോത്ര. ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇരുന്ന പൂജ, നിന്ന പൂജ, കഴിക്കും മുമ്പ് പ്രാർത്ഥന, കിടക്കും മുമ്പ് ഭജന. എന്റെ അമ്മേ, ചെറുതൊന്നും അല്ല, മെന്റലാവുന്നുണ്ട് എനിക്ക്. പറയാൻ പാടില്ലാത്തതാ, ആ തള്ള അങ്ങ് പോയി കഴിഞ്ഞാ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളും അങ്ങ് പോയിക്കോളും. അപ്പോ ശരിക്കും വട്ടുപിടിക്കുന്നുണ്ടെന്ന് സാരം. ആചാരങ്ങളെ അടിപൊളിയായിട്ട് അംഗീകരിക്കുന്ന ഒരു മരുമകളെ കിട്ടിയെന്ന് അവിടുത്തെ അമ്മ എല്ലാവരുടെയും മുമ്പിൽ വീമ്പളക്കുന്നുണ്ട്. ഏതോ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി ചെണ്ടുകൊട്ടി പറഞ്ഞു. അത് എന്റെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് അവരെ അറിഞ്ഞു കഴിഞ്ഞാ നെഞ്ചു പൊട്ടി ചത്തുപോകും അവര്. കല്യാണം കഴിയുന്നത് വരെ നിന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയാതെ നീ അവിടെ ശ്രദ്ധിച്ചു നിന്നോണം. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഇത്ര ക്ഷമയോടെ കാത്തിരിക്കുന്നെ. കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ എന്റെ ഒറിജിനാലിറ്റിയിലേക്ക് ഞാൻ കടന്നു കയറും. ഇല്ലെങ്കിൽ എന്നെ ഞാൻ മിസ് ചെയ്തു പോവും. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോടി? എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും വേദവതി എന്നെ വിട്ട് കളയേയില്ല. എന്താണെന്ന് വെച്ചാലേ, അവരുടെ അതേ ജാതകത്തിൽ പറഞ്ഞ മരുമകളെ കിട്ടുന്നത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട്. ആ ഒറ്റ ഒരു വീക്ക് പോയിന്റ് മാത്രം മതി എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ. എന്തൊക്കെയാണെങ്കിലും ഈ നിമിഷം വരെ അവർക്ക് എന്നെപ്പറ്റി ഒരു സംശയവും വന്നിട്ടില്ല. ആ കുടുംബം എന്നെ അന്ധമായിട്ട് വിശ്വസിച്ചിട്ടുണ്ട്. ബട്ട് ആ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ആവനി കുറേ അങ്ങോട്ട് ശ്രമിക്കുന്നുണ്ട്. അവളുടെ കാര്യങ്ങൾ മാത്രം കുറച്ചധികം ശ്രദ്ധയോടെ മെയിൻറ്റെയിൻ ചെയ്യണം. ബൈ ഫ്രണ്ട്സ്, എന്നാ നമുക്ക് പിന്നെ കാണാമേ. എന്താണെന്ന് വെച്ചാ എന്നെ ഒരു മണിക്കൂർ കാണാതായാ മതി, എന്റെ അമ്മ എനിക്ക് വേണ്ടി അവിടെ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. എന്നാ ഞാൻ പോട്ടെ. ബൈ ബൈ. സുജാത ചേച്ചിനെ നിനക്ക് അറിയില്ലേ? എനിക്കെന്റെ ചേച്ചിനെ പോലെയോ. ചേച്ചിയുടെ മോള് പെട്ടെന്ന് തല കറങ്ങി താഴെ വീണു. ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഹോസ്പിറ്റലിലേക്ക് ഒരു ലിഫ്റ്റ് തരൂ പ്ലീസ്. ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യേയില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല.
നിക്ക്. എന്തേ? നീ ഈ ചെയ്തതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തിനെ കുറിച്ചാ നീ ഇപ്പൊ സംസാരിക്കുന്നത്? ആ, ഓർമ്മ വന്നു. നേരത്തെ റോഡിൽ വെച്ച് സംഭവിച്ചതിനെ പറ്റിയാണോ? നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് റോങ് ആണെങ്കിലും എന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ അത് കറക്റ്റാ. മനുഷ്യത്വം എന്നൊന്നുണ്ടോ നിനക്ക്? ഉണ്ടാവണമെന്ന് റൂൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഫ്യൂച്ചറിൽ വൃദ്ധസദനങ്ങളോ അനാഥാലയങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരാൾക്ക് ഇത്രയ്ക്ക് സ്വാർത്ഥതയോ? ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ജീവിക്കുള്ളത് അത് തന്നെയല്ലേ? നീ വെറുതെ മദർ തെരേസയുടെ പിൻഗാമിയെ പോലെ സംസാരിക്കുന്ന എന്തിനാ? വേദവതി അമ്മയുടെ വീട്ടിലേക്ക് മരുമകളാകാൻ വന്നവളല്ലേ? ആ അർഹത നിന്നിൽ ഞാൻ കാണുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ മാത്രം നീ ആരാ? രണ്ടാൾക്കിടയിൽ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട്. എന്തായിരിക്കും അളിയാ? വേദവതി അമ്മയുടെ കുടുംബം എല്ലാവരും നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നതാ. എന്നിട്ട് പോലും നിനക്ക് അപകടത്തിൽ പെട്ടുകിടക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ പ്രാണൻ രക്ഷിക്കാൻ ചെറിയൊരു സഹായം പോലും ചെയ്യാൻ പറ്റിയില്ലേ? വീട്ടിലുണ്ടായ സീനല്ല, പുറത്തെന്തോ നടന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കോ? നാളെ റോഡിൽ വെച്ച് നിനക്കെന്തെങ്കിലും സംഭവിച്ച് നിന്നെയും എല്ലാവരും ഇതുപോലെ ഉപേക്ഷിച്ച? എനിക്കതിന് അങ്ങനത്തെ അവസ്ഥ എങ്ങനെ ഉണ്ടാവാനാ? നിനക്കെന്താ പ്രാന്താ? സുഖം ഒരിക്കലും ശാശ്വതമല്ല. ബുദ്ധിമുട്ടുകളും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പ്രവചിക്കാൻ ഇറങ്ങിക്കോ. നല്ല ഫ്യൂച്ചറാ നിനക്ക്. ശത്രുവിനോട് പോലും ക്ഷമിക്കാൻ പറയുന്ന മഹത്വമുള്ളൊരു കുടുംബം ഇത്. ഈ വീട്ടിലെ മരുമകളാകാനുള്ള അർഹത നിനക്കൊരിക്കലുമില്ല. അതൊക്കെ ഡിസൈഡ് ചെയ്യാൻ മാത്രം നീ ആരാ മോളെ? ഗ്രാമത്തിൽ വെച്ച് അമ്മയുടെ സമക്ഷത്തിൽ വെച്ച് വേദവതി എന്നെ മരുമകളായിട്ട് അനൗൺസ് ചെയ്തത്. ഇനി ഇവിടെ എന്നെ ആര് തടയാനാ? നമുക്കൊന്ന് പോയാലോ? പോയി നിഹാരികയെ സപ്പോർട്ട് ചെയ്താലോ? അവരിവിടം വരെ പോകുന്നു, നമുക്ക് നോക്കാലോ. നിന്നെ കാണുമ്പം എനിക്കെന്റെ ദേഷ്യം ഇരച്ചു കയറോ? നിന്നെ കാണുമ്പോ എന്റെ ഉള്ളിൽ എന്താ പൂമഴ പൊഴിയൊന്ന് കരുതിയിരിക്കുവാണോ? സെയിം ഫീലിംഗ്. ചിച്ചി, വഴിയിലൂടെ നടക്കുന്നവർക്ക് ആക്സിഡന്റ് എന്തെങ്കിലും പറ്റിയാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനല്ല ഞാൻ കാർ വാങ്ങി വച്ചത്. അപകടം എന്തെങ്കിലും പറ്റിയാ ഉടനെ വിളിച്ചോളൂ എന്ന് കാറിന് പുറകിൽ എഴുതിയിട്ടുമില്ല. ഒരിക്കൽ കൂടി ഈ ടോപ്പിക് എന്റെ മുന്നിലേക്ക് കൊണ്ടുവരരുത്. മൈൻഡ് ഇറ്റ്. ഓക്കെ? അല്ല, ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? കുട്ടിയെ കാണാൻ ക്യൂട്ടായിട്ട് തോന്നിയെങ്കിലും എനിക്ക് അവളോട് കരുണയൊന്നും തോന്നിയില്ല. വല്ല ഓട്ടോയും കിട്ടിയിരുന്നോ? അല്ലെങ്കിൽ ഈ പച്ചക്കറി വണ്ടിയിൽ കിടത്തി തള്ളിക്കൊണ്ടു പോയോടി? നിന്റെ ടെൻഷൻ കാണുമ്പോ ഹോസ്പിറ്റലിലേക്ക് അവൾ എത്തുന്നതിന് മുന്നേ തന്നെ യാത്രാ മധ്യേ സംഭവിക്കാൻ പാടില്ലാത്തത് എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഭഗവാൻ അവളെ തിരിച്ചു വിളിച്ചോ? മരിച്ചോ അവള്? അയ്യോ പാവം. ആ, ഒരു കാര്യം ചെയ്യാം. അവളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യേ. നല്ലൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് നിനക്ക് തരാം. അവളുടെ അമ്മയ്ക്ക് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാലോ. ഈ സമയത്ത് നമ്മൾ ഇറങ്ങി നന്നാവില്ല.
എന്നെ അടിക്കുന്നോ നിന്നെ? ഏയ്, ഇനി ഒരിക്കൽ കൂടി എങ്ങാനും അവളെ കുറിച്ച് ഇങ്ങനെ എങ്ങാനും നീ പറഞ്ഞു കഴിഞ്ഞാ കുന്നോളെ ഞാൻ. അവിടെ നിന്റെ മകളാണെന്ന പോലെ ദേഷ്യം പിടിക്കുന്ന എന്തിനാ? എന്റെ മകളാണെന്ന് കരുതിക്കോ. നമുക്കിടയിലുള്ള സംസാരം എത്ര അതിര് ലംഘിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആ കുട്ടിയുടെ കാര്യത്തിൽ എങ്ങാനും അതിര് കടന്നു കഴിഞ്ഞാ ഒരു കുഴിയെടുത്ത് മൂടി ഞാൻ നിന്നെ. നീ എന്താ കരുതിയത്? ഈ അടി നീ ശരിക്കും ഓർത്തു വെച്ചോ. തോന്നിയ വാസം പറയാതിരിക്കാൻ ഗുണപാഠമായിട്ടിരിക്കട്ടെ നിനക്കിത്. ഛെ. വാ. വേദവതി അമ്മയുടെ ഭാവി മരുമകളെ നിന്നെയാ അടിച്ചത്. അപമാനം, ഘോര അപമാനം. കണ്ടിടത്തോളം ആവനി ഇത്ര വയലന്റ് ആയിട്ട് പെരുമാറുന്നത് ഇതാദ്യമായിട്ടാ. പാവം, കവിള് കണ്ടോ ആകെ ചുവന്നു പോയല്ലോ. അല മുട്ടിക്കഴിഞ്ഞാ ചേരയും കടിക്കുമെന്ന് പറഞ്ഞ പോലെയാ. അവക്ക് നിന്നെ പേടിയില്ലാത്തതുകൊണ്ട് അവക്കിപ്പൊ നിന്നെ അടിക്കാനും പറ്റി. നിന്റെ ഇവിടുത്തെ റേഞ്ചും നിനക്കിപ്പൊ സംഭവിച്ചതും ഒട്ടും മാച്ച് ആവുന്നില്ല. അച്ഛനും അമ്മയില്ലാത്ത സമയം നോക്കി അവള് പൊട്ടിച്ചത്. നിന്റെ ദേഷ്യം ഇതിനോടല്ല, നിന്നെ അടിച്ചവരുടെ അടുത്ത് പോയി കാണിക്കേ. വെറുതെ വിടില്ല. അച്ഛനും അമ്മയും വന്ന ശേഷം ഇത് ഞാൻ വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കും. അവന് എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിച്ചു പോയത്? കഴിഞ്ഞ കാലം തിരിച്ചു വരുമെന്നാ തോന്നുന്നത്. എന്നെ അടിച്ചല്ലേ, വെറുതെ വിടില്ല, ഒരിക്കലും വെറുതെ വിടില്ല. ഈ നിഹാരിക എന്തിനാ വിളിക്കുന്നത്? ഒന്ന് പെട്ടെന്ന് ഫോൺ എടുക്ക് ശ്രീകർ. ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെയും വിളിച്ചോണ്ടിരിക്കും. പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഹലോ, എവിടെയാ ഉള്ളത്? ഓഫീസില്. പെട്ടെന്ന് ഇങ്ങോട്ട് ജോലി നിർത്തി വന്നേ. എങ്ങോട്ടേക്ക്? വീട്ടിലേക്ക്. എന്തിന്? ഓ, വലിയ യുദ്ധം നടക്കും ഇവിടെ. എന്തു പറ്റി? വന്നിട്ട് പറയാം, വന്നേ. ഹലോ, ഇവളെന്താ ടെൻഷനായിട്ടിരിക്കുന്നേ? എന്തായിരിക്കും കാര്യം? ഇത് ആവനെയും വിളിക്കുന്നു. ഹലോ, ഏട്ടൻ എന്ത് ചെയ്യാ? ഓഫീസിലാടോ. വേഗം ജോലി നിർത്തിയിട്ട് വീട്ടിലേക്ക് വരണം. എന്തിനാ? എന്തിനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ വരില്ലേ? അല്ലടോ, അങ്ങനെയല്ല. പിന്നെന്താ? പെട്ടെന്ന് വരാനാ പറഞ്ഞേ. എന്താ ഉണ്ടായെന്ന് പറയാ അവനെ. നിഹാരികയുടെ ചീത്ത അതിര് കിടക്കുന്നുണ്ട്. എന്താ കാര്യം? വീട്ടിലേക്ക് വാ, പറയാം. അവനെ ആവനെയും വല്ലാതെ ടെൻഷനായിരിക്കുക. സംതിങ് ഈസ് റോങ്. പറ. അവിടുന്ന് ഇറങ്ങിയില്ലേ? ഇല്ല, ഇറങ്ങിയില്ല. ആരെങ്കിലും ആ കസേരയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണോ? കുറച്ച് പെൻഡിങ് വർക്ക്സ് ഒക്കെ തീർത്തിട്ട് വരാൻ നിഹാരിക.
ഞാൻ ഈ വീട്ടിലെ ഭാവി മരുമകള് തന്നെയല്ലേ? എനിക്ക് തോന്നുന്നില്ല. എന്താ? അതെ അതെ, ഭാവി മരുമകള് തന്നെ. ഞാൻ വലിയ അപമാനം നേരിട്ടുകൊണ്ടിരിക്കുക ഇവിടെ. എന്താ ഉണ്ടായത്? നിങ്ങളുടെ അമ്മ അച്ഛനും എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നപ്പോ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചോളാന്നാ പറഞ്ഞത്, അങ്ങനെയല്ലേ? അതെ. ഇവിടെ പക്ഷേ എന്റെ അവസ്ഥ വളരെ ദാരുണോ. ഒന്ന് വേഗം വാ. ഗുരുവായൂരപ്പാ. ഹലോ. ഇവിടെ മറ്റാർക്കും അറിയില്ലേലും ഞാൻ ഈ വീട്ടിലെ മരുമകള് തന്നെയല്ലേ? അതേലോ. ഇവിടെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നോക്കിക്കൊള്ളാന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ? അതെ. എനിക്കാകെ ശ്വാസം മുട്ടുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങിയോ? അവനി, ഞാൻ അധികം വൈകാതെ എത്താം. അർജന്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞില്ലേ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിഹാരികയും ഫോൺ ചെയ്തിരുന്നു. കാര്യം എന്താന്ന് പറയുന്നില്ല. താനും വിളിച്ചോണ്ടിരിക്കുക. എന്താ കാര്യം എന്ന് ചോദിച്ചാ പറയില്ല. ഓ, ചേച്ചി എപ്പോഴത്തേക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞോ? അവനി, താൻ എന്താ കൊച്ചു പിള്ളേരെ പോലെ? കാര്യം എന്താന്ന് പറയടോ. ഫോണില് പറയാൻ പറ്റുന്നതല്ല. വേഗം വീട്ടിലേക്ക് വരണം. വീണ്ടും വീണ്ടും എന്നെ വിളിപ്പിക്കാൻ നിൽക്കരുത്. ആവനി, ഹലോ. നിങ്ങൾ ഇറങ്ങിയില്ലേ? ഇറങ്ങി. കാറിലാ ഉള്ളത്. എന്നിട്ട് സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ. അത്രയ്ക്ക് ട്രാഫിക് ഒന്നും ഇല്ല. ശരി, പെട്ടെന്ന് വാ. ഭാവി മരുമകൾക്ക് ഇവിടെ ഒരു വിലയില്ലെന്നാ തോന്നുന്നു. ഫോണിലൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് വരാൻ നോക്ക്. ശരി ശരി, ബൈ. ഓ എന്റെ ഗുരുവായൂരപ്പാ, കാര്യം എന്താന്ന് അറിയില്ലല്ലോ. ഇവരെന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? ചുരുക്കി പറഞ്ഞ എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഉടനെ അവരുടെ മുന്നിലേക്ക് പോയി ഹാജർ കൊടുത്തില്ലെങ്കിലേ അവർ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നമാക്കും. പാവം നിഹാരിക എന്നെ പോലെ നിഷ്കളങ്കയാ. അപമാനം സഹിക്ക് വയ്യാതെ അവിവേകം ഒന്നും കാട്ടാതിരുന്നാ മതിയായിരുന്നു. നിഷ്കളങ്കതയിൽ ഒരു മത്സരം നടത്തിയ നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും ഫസ്റ്റ് അളിയാ. വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ പോയത്. എന്തായിരുന്നു? ശ്രീകരേട്ടനെ ഞാൻ ഫോൺ ചെയ്തു. അദ്ദേഹം വന്ന ശേഷം രണ്ടിലൊന്നിന്ന് തീരുമാനാക്കണം. അവനി മതിലാണെങ്കി ശ്രീകർ അതിന്റെ ഗേറ്റ്. അതാ അവര് തമ്മിലുള്ള ബോണ്ട്. എന്തായാലും നല്ല ആളോടാ പറഞ്ഞത്. നീ കാര്യം പറയേണ്ടത് ഇവരുടെ അടുത്താ. അയ്യോ അമ്മ, എന്തു പറ്റി മോളെ? അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് എങ്ങനെ പറഞ്ഞാലും അത് കുറഞ്ഞു പോവും. എന്തു പറ്റി മോളെ? എന്താ കരഞ്ഞാ പ്രശ്നം തീരുവോ? സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് പറയും. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ അമ്മ പക്ഷപാതം കാണിക്കുന്ന പ്രശ്നമില്ല. അവനി വന്നു കഴിഞ്ഞാ ഈ കഥ മൊത്തം മാറും. പെട്ടെന്നൊന്ന് പറയോ. ഈ വീട്ടിൽ നിന്റെ കണ്ണ് നിറയാനും മാത്രം ആരാ നിന്നെ സങ്കടപ്പെടുത്തിയേ? നമ്മുടെ വീട്ടില് അതിഥിയായിട്ട് വന്നു നിൽക്കുന്ന ആ അവനി എന്താ ചെയ്തത്? ജാതകം ചേരുന്ന മരുമകളെന്ന് പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ എല്ലാവരും കൈകൂപ്പി നമസ്കരിക്കില്ലേ? എങ്ങനെ മോളെ? ആരും കൈനീട്ടി അടിക്കില്ലല്ലോ. നിന്നെ കൈനീട്ടി അടിച്ചു കഴിഞ്ഞാ അത് എന്നെ അടിക്കുന്നതിന് തുല്യാണ്. അവനി എന്നെ കൈനീട്ടി അടിച്ചമ്മ. അവനി നിന്നെ അടിച്ചെന്നോ?
നിങ്ങളുടെ ഡയലോഗിന്റെ അത്ര ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നമ്മേ. കരണം കൈ തിരിച്ചറിയുന്നതിന് മുൻപ് അവൾ അടിച്ചകത്തേക്ക് പോയി. എന്തിനടിച്ചത്? ആ ആവനെ വിളിച്ച് ചോദിക്കാമമ്മേ. ഞങ്ങള് പറഞ്ഞ കള്ളം പറയാണെന്നല്ലേ പറയുള്ളൂ. അതുകൂടാതെ തെറ്റ് ചെയ്ത ആവനിയെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്?